നവാസെ ഞാൻ കണ്ടിങ്ങനെ വരുന്നത്. പ്രിയപ്പെട്ട MSF സംസ്ഥാന പരിഹാരം കിട്ടിയാ? ഓ മാഷാ അല്ലാഹ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അല്ല, ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഫസ്റ്റ് അല്ലേ? അല്ല, അന്ന് ഇതില്ലല്ലോ, ചെയർമാൻ ഇല്ലല്ലോ അല്ലേ? എന്നാ ഒരു ശുഭവാർത്തകളോട് പറയാം, ഞാൻ ഒരു സന്തോഷം പറയാം. ഇന്ന് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടൊക്കെ ഉണ്ട്, അതിന്റെ അനാലിസിസ് ഒക്കെ നവാസ്. ഞാൻ ഒറ്റൊന്ന് പറയാം, സമയമില്ലല്ലോ. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ വിദ്യാർത്ഥി യൂണിയൻ ആര് ഭരിക്കും എന്ന ചോദ്യത്തിന് ഇന്ന് ഉത്തരം കിട്ടിയിരിക്കുന്നു. സ്റ്റുഡൻസ് യൂണിയന്റെ ചെയർമാനും അതിന്റെ ജനറൽ സെക്രട്ടറി പദവും MSF കൈകാര്യം ചെയ്യും. നമുക്ക് ആടിത്തിമർക്കാനുള്ളതല്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട കാരണന്മാരോട്, വെല്ലിപ്പമാരോട്, പിതാക്കന്മാരോട്, തലനരച്ച മുസ്ലിം ലീഗുകാരോട് പറയാം, നിങ്ങളെ പ്രാർത്ഥനയാണിത്. നവാസൊക്കെ ഒരു കാരണക്കാരനാണ്, നജാഫ് ഒരു സബബാണ്, MSFന്റെ ഇപ്പത്തെ സംസ്ഥാന കമ്മിറ്റി ഞങ്ങളൊക്കെ ഒരു ടൂളാണ്. നിങ്ങളുടെ പ്രാർത്ഥനയാണ്. പരിഹാസങ്ങളുടെ പെരുങ്കാറ്റടിച്ചപ്പോ നിങ്ങൾ അനുഭവിച്ച മാനക്കെടില്ലേ? MSF എന്ന സംഘടനയുടെ ഫുൾ ഫോം മദ്രസ സ്റ്റുഡന്റ് ഫെഡറേഷൻ. തർബിയത്തുൽ ഇസ്ലാം മദ്രസയിലും സുല്ലമുൽ ഇസ്ലാം മദ്രസയിലും ദീനിയാത്തും അമലിയാത്തും പഠിക്കുന്ന കുട്ടികളെ സാഹിത്യ സമാജത്തിന്റെ പേരാണ് MSF എന്ന് പരിഹസിച്ച ആളുകളോ അവരുടെ പ്രേതങ്ങളോ അവരുടെ പിൻഗാമികളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരോട് പറയട്ടെ അഭിമാനത്തോടെ, അതെ, ഞങ്ങൾ മദ്രസ സ്റ്റുഡന്റ് ഫെഡറേഷനാണ്. മദ്രസയിലെങ്കിൽ, ഞങ്ങൾ മെഡിക്കൽ കോളേജിലെങ്കിൽ ആ മെഡിക്കൽ കോളേജിന്റെ സ്റ്റുഡൻസ് യൂണിയനെ കൈകാര്യം ചെയ്യുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ സ്റ്റുഡൻസ് യൂണിയൻ ഓർഗനൈസേഷനാണ്. അതിലേക്ക് ഇതൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റി ഭരിച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സംസ്ഥാനത്ത് ആദ്യമായി ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, സെൽഫ് ഫിനാൻസ് അല്ല കേട്ടോ, വൈദ്യം, വിദ്യ, മദ്യം. കേരളത്തിലെ ഏറ്റവും ബിസിനസ് സാധ്യതയുള്ള 3 സാധനമാണ് മദ്യം, വൈദ്യം, വിദ്യ. വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ കാലത്ത് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരുപക്ഷെ MSF ജയിച്ചാൽ നിങ്ങൾ പറയും അത് കാക്കാമാരുടെ കയ്യിലെ പണം കൊണ്ട് വാങ്ങിയ സീറ്റും പോസ്റ്റും കോഴ്സും കൃഷി നടത്തുന്ന കോളേജിൽ കാക്കാമാരുടെ സംഘടന ജയിച്ചതാണ് എന്ന്. പക്ഷേ ഇത് പറയാനുള്ള സ്കോപ്പില്ല. നീറ്റ് പരീക്ഷയുടെ കണിശമായ കവാടം കടന്ന് 20 മണിക്കൂർ വായിച്ച് 4 മണിക്കൂർ മാത്രം ഉറങ്ങി സകലമാന എൻട്രൻസ് പരീക്ഷ കോച്ചിംഗ് സെന്ററും വലത്തും ഇടത്തും നിന്ന് പ്രോത്സാഹിപ്പിച്ച ഇന്ത്യയിലെ തന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും മത്സരം നടക്കുന്ന പരീക്ഷയുടെ കടമ്പ കടന്നു വന്ന കുട്ടികൾ, അവർ പഠിക്കുന്ന പരിയാരത്തെ മെഡിക്കൽ കോളേജ് MBBS, MD, MS കോഴ്സുകളിൽ 750 വിദ്യാർത്ഥികൾ പഠിക്കുന്ന പരിയാരത്തെ മെഡിക്കൽ കോളേജ്, ആ ക്യാമ്പസിന്റെ പുറത്ത് കൂത്തുപറമ്പിലെ രക്തസാക്ഷികളുടെ ചോര മണക്കുന്നുണ്ട്. പക്ഷേ പരിയാരത്തെ മെഡിക്കൽ കോളേജിലെ MBBSന്റെ കുട്ടികൾ അവരുടെ ഡിസക്ഷൻ ടേബിളിൽ സർജറി പഠനത്തിന്റെ ഭാഗമായി ശരീരം കുത്തിക്കേറി ശരീരശാസ്ത്രം പഠിച്ചപ്പോ അവർ സാമൂഹിക ശാസ്ത്രവും പഠിച്ചു. ആ സാമൂഹിക ശാസ്ത്രത്തിൽ അവർക്ക് കിട്ടിയ ഉത്തരം, ഈ കോളേജിന്റെ പേരിൽ കൂത്തുപറമ്പിലെ രക്തസാക്ഷികളെ ഉണ്ടാക്കിക്കൊടുത്ത രാഷ്ട്രീയ പാർട്ടി ഒറ്റുകാരുടെ പാർട്ടിയാണ്. ഈ ക്യാമ്പസ് ഭരിക്കാൻ ആ ഒറ്റുകാരുടെ ആൾക്കൂട്ടമായ SFI വേണ്ട, അതിന് MSF മതിയെന്ന് പരിയാരത്തെ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ തീരുമാനിച്ച സമയത്തിന്റെ സന്ദർഭത്തിലാണ് MSFന് അതിന് നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന എന്റെ പ്രിയ അനുജ സഹോദരൻ PK നവാസ് MSFന്റെ ഈ കോങ്ങാട് മണ്ഡലത്തിൽ നിങ്ങളുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ സമ്മേളനം ഗൗരവപ്പെട്ട ആലോചനകളുടെ സമ്മേളനമാണ്.